മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് 2 പാക്കറ്റ് പാല് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ ചായ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആദിലയും നൂറയും കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, അനുമോൾ ചായ വെക്കേണ്ട, വാട്ടവെള്ളമാണ് അനുമോൾ ഉണ്ടാക്കുന്നത്, നൂറ ഉണ്ടാക്കിക്കോളുന്നു ആദിൽ പറയുന്നുണ്ട്. അങ്ങനെ നൂറ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഷാനവാസൊക്കെ ഉണ്ടാക്കിയാൽ മതി, അനുമോൾ എന്താണെങ്കിലും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എല്ലാത്തിനും ഇപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റമാണ്, എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ടവെള്ളം, കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എരിവ് കൂടുതലാണ്, അന്ന് അത് പറ, എരിവ് കുറച്ചുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ കടുപ്പൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആദിൽ അനുമോളോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ നിൻ്റെ വീടല്ല, നീ വാട്ടവെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കുടിക്കാനൊന്നും പറ്റില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി നിൽക്കടി അനുന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനൊന്നും പറയാൻ നിൽക്കില്ല, ആവശ്യമുള്ളവർ എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ഷാനവാസമൊക്കെ അനുമോളെ കുറ്റം പറയുന്നുണ്ട്, അവരുണ്ടാക്കിക്കോട്ടെ, നീ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കുടിക്കാനല്ലേന്ന്. അപ്പം നൂറ അത് തന്നെ പറയുന്നുണ്ട്, നൂറ ഉണ്ടാക്കിക്കോളാന്ന് പറയുന്നുണ്ട്. നൂറ അനുമോളോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നത്? ഞാൻ തർക്കുത്തരം ഒന്നുമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്, കുറച്ച് പാല് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആരാ ഉണ്ടാക്കുന്നത്, അവർ മാറ്റി വെച്ചാൽ മതി എന്ന് മാത്രമാണ് അനുമോൾ പറഞ്ഞത്, അതിനെന്തിനാണ് നീ വാശി പിടിക്കുന്നത്, തർക്കുത്തരം പറയുന്നത്, എന്തിനാണ് ഇത്ര ഇങ്ങനെ ചാടിക്കടിച്ച് പറയുന്നത്, നിനക്ക് മര്യാദയ്ക്ക് പറയാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ച് നൂറ ഭയങ്കര ഷൗട്ട് ചെയ്യുക. കാരണം ഇപ്പം ആദിലിൻ്റെയും നൂറേൻ്റെയും വിചാരം അനുമോൾക്കൊന്നും ഫാൻസ് ഇല്ല, ഇപ്പം അവർക്ക് ആർമി ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് അനുമോളുമായിട്ടുള്ള ഇനി ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഉണ്ടാവില്ല പഴയതുപോലെ എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. എന്താണെങ്കിലും അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ട് അറ്റാക്ക് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അനീഷേട്ടനെ പോലെ തന്നെയാണ്, അനീഷേട്ടനെ ഒറ്റപ്പെടുത്തുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അനുമോൾ എതിർത്തോ അല്ലെങ്കിൽ തർക്കുത്തരോ അല്ല പറഞ്ഞത്, അവൾ പറഞ്ഞത് കാര്യമാണല്ലോ, അത് മര്യാദയ്ക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് ആദിലെ നൂറെ അവിടെ കിടന്ന് അനുമോളെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദിലേൻ്റെയും നൂറേൻ്റെയും ഒക്കെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി.